അപ്പോൾ അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണ്? നമ്മളപ്പോൾ കോപിക്കാൻ പാടുണ്ട് എന്നാണോ പറയുന്നത്? അങ്ങനെയുള്ള വിചാര ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് തെറ്റല്ല എന്നാണോ മനോജ് പറയുന്നത്? അല്ല. മനോജ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ചിന്തകൾ വരും, നിങ്ങൾക്ക് കോപവും വരും, നിങ്ങൾ ചിലപ്പോൾ കോപിച്ചെന്നിരിക്കും. അതൊക്കെ ടെംപ്റ്റേഷനാണ്. കോപത്തിൽ പാപം ചെയ്യരുത്. കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. കോപിച്ചിട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരെ ദ്രോഹിക്കും, ചില ആൾക്കാരെ ഉപദ്രവിക്കും, ചില ആൾക്കാരെ പറ്റി പരദൂഷണം പറയും, ചില ആൾക്കാരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും, ചില ആൾക്കാർക്കെതിരെ നിങ്ങൾ കള്ളസാക്ഷ്യം പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി മനസ്സിൽ ഈ വ്യഭിചാരം പോലെയുള്ള ചിന്തകൾ എല്ലാവർക്കും വരും. ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ആക്ഷൻ എടുത്തിട്ട് നമ്മൾ വ്യഭിചരിച്ചാൽ അത് പാപമായി തീരും. വ്യഭിചരിക്കാതെ നമ്മൾ അതിനെ അതിജീവിച്ചാൽ അത് പാപമാകില്ല. അതാണ് ടെംപ്റ്റേഷനും പാപവും തമ്മിലുള്ള വ്യത്യാസം. കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്തില്ലല്ലോ. കർത്താവിനും ടെംപ്റ്റേഷൻ വന്നില്ലേ? കർത്താവിന് ആത്മഹത്യ ചെയ്യാനുള്ള ടെംപ്റ്റേഷനാണ് വന്നത്. പിശാച് ഏറ്റവും ഉയർന്ന ആ പോയിന്റിലേക്ക് കൊണ്ടുപോയി കർത്താവിനോട് പറഞ്ഞു, ചാടിക്കോ, ദൂതന്മാരെ നിന്നെ രക്ഷിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെംപ്റ്റേഷൻ വന്ന് അത് പാപമായിപ്പോയില്ലേ? ടെംപ്റ്റേഷനും പാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ടെംപ്റ്റേഷൻ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യമാണ്. അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അതിന് പ്രകാരം സ്റ്റെപ്പ് എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ പാപമായി തീരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞ ഹൈപ്പർബുളീസ് എന്ന് അതിനെ പറയാം. ഓരോ കൽപ്പനയും എടുത്തിട്ട് അതിനെ അങ്ങോട്ട് വിശാലപ്പെടുത്തി വലുതാക്കിയിട്ട് അനുസരിക്കാൻ പറ്റാത്ത ഒരു അളവിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിനെ വലുതായി കാണിക്കുക എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ചുങ്കക്കാരെയും പാപികളെയും വിധിക്കാൻ വേണ്ടി വലിച്ചു നീട്ടി ഉള്ള ന്യായപ്രമാണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യാനും കൂടി വേണ്ടിയാണ് കർത്താവ് അത് ഉപയോഗിച്ചത്. അത് അതേപടി അനുസരിക്കാൻ ആർക്കും കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാൻ പറയാൻ വേറെ കാരണമുണ്ട്. മത്തായി സുവിശേഷം അത് തന്നെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. മത്തായി സുവിശേഷം 23-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ 23-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ കോപിച്ചിട്ട് കർത്താവിൻ്റെ സുഹൃത്തുക്കളായ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സംസാരിക്കുന്ന വേളയിൽ അവരോട് പറയുന്നുണ്ട്, മണ്ടന്മാരേ, ഫൂസ്. 23-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ കർത്താവ് വിളിക്കുകയാണ് അവരെ, മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ, ഏത് വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? അപ്പോൾ കർത്താവ് മറ്റുള്ളവരെ മൂഢൻ എന്ന് വിളിക്കുകയാണെങ്കിൽ കോപിച്ചിട്ടല്ലേ വിളിക്കുന്നത്? അത് തെറ്റായി പോകൂലേ? കർത്താവ് തന്നെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ ആ കാര്യത്തെ ലംഘിക്കുന്നത് പോലെ ആവൂലേ? എന്നാൽ മത്തായിക്ക് ഇത് പാപമായി തോന്നുന്നില്ല, ഇതൊരു ലംഘനമായിട്ട് തോന്നുന്നില്ല. എന്താ കാരണം? കർത്താവ് ആ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞ ഹൈപ്പർബുളീസ് മാത്രമുള്ള സെക്ഷൻസ് പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കണം എന്ന് വേദപുസ്തകം പറയുന്നില്ല. മത്തായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കർത്താവും ഉദ്ദേശിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ നല്ല രീതിയിൽ ഒരു പേപ്പർ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധിയെക്കുറിച്ചാണ് കർത്താവ് ഇത്രയും നേരം സംസാരിച്ചത്. മത്തായി 5, 6, 7 മുഴുവൻ അധ്യായങ്ങളും വിശുദ്ധിയെക്കുറിച്ചാണ്. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് മോശെ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണല്ലോ സംസാരിച്ചത്. അതേമാതിരി കർത്താവ് ശിഷ്യന്മാരോടും പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന പുരുഷാരത്തോടും സംസാരിക്കുകയാണ്. എന്നിട്ട് ആ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോശയ്ക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകൾ. ആ കൽപ്പനകളെ നല്ല രീതിയിൽ ഈ ആളുകൾക്കെല്ലാം ഹൃദയത്തിൽ കൊള്ളത്തക്ക രീതിയിൽ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുത്ത ശേഷം കർത്താവ് താഴോട്ടിറങ്ങി വരിക. ഈ താഴോട്ടിറങ്ങി വന്ന് പട്ടണത്തിലേക്ക് കയറാൻ പോകും. അപ്പോൾ പട്ടണത്തിൻ്റെ വാതിൽക്കൽ എന്ന് വെച്ചാൽ പട്ടണത്തിന് പുറത്ത്, പട്ടണത്തിലേക്ക് പോകുന്ന ആ വഴിയുണ്ടല്ലോ, ആ വഴിയിൽ ഒരു കുഷ്ഠരോഗി ഓടി വന്ന് കർത്താവിനോട് പറയുകയാണ്, എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ? അപ്പോൾ
നമ്മൾ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? കർത്താവിന് കുഷ്ഠരോഗിയെ കാണാനുള്ള വേറെ സാഹചര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ചെങ്കിൽ മാത്രമേ, അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് മാത്രമേ, ഈ വഴിയിൽ വെച്ച് മാത്രമേ ഈ കുഷ്ഠരോഗിയെ കർത്താവിന് കാണാൻ സാധിക്കുകയുള്ളൂ. കുഷ്ഠരോഗിക്കും കർത്താവിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവം നമ്മളെ ചില താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതെന്തിനാന്ന് ചോദിച്ചാൽ, കർത്താവ് വരുന്ന ആ വഴിയിൽ നമ്മൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് അപേക്ഷിക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും, എന്നെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. കർത്താവിന് മനസ്സുണ്ട് എന്ന് നമുക്കും അറിയാം, കൂടെയുള്ള ആളുകൾക്കും ഒരുപക്ഷെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കരുണയുള്ള, ദയയുള്ള, ദീർഘക്ഷമയുള്ള ആ കർത്താവ് ഈ കുഷ്ഠരോഗിയെ തൊടുമെന്ന് ആരും, അവിടെയുള്ള ആരും പ്രതീക്ഷിച്ച് കാണുകയില്ല. എന്താ കാരണം? കുഷ്ഠരോഗിയെ തൊട്ടാൽ ആ വ്യക്തി 7 ദിവസത്തേക്ക് ആരാധനാലയത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിൽ അശുദ്ധനാവും. എന്ന് മാത്രമല്ല, പിന്നെ കുറേ ശുദ്ധീകരണ കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷമേ ആ വ്യക്തിക്ക് പിന്നീട് ആരാധനാലയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ആരാധനാലയത്തിന് മാത്രമേ ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചിട്ട് തിരിച്ച് അവരുടെ സമൂഹത്തിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അവിടെയുള്ള പുരോഹിതൻ വേണം ഇത് നോക്കി പരിശോധിച്ചിട്ട്, ഡോക്ടർമാരി നോക്കി പരിശോധിച്ചിട്ട് കുഷ്ഠം മാറിയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് തിരികെ ചേരാം എന്ന് പറയാം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ കുഷ്ഠരോഗിയെ കാണുമ്പോൾ, ഇത്രയും ആളുകൾ, വിശുദ്ധിയെക്കുറിച്ചാണ് കർത്താവ് ഇത്രയും നേരം സംസാരിച്ചത്. കർത്താവിൻ്റെ വിശുദ്ധിയെ നോക്കി ഇരിക്കുന്ന കുറെ പരീശന്മാരാ കൂട്ടത്തിലുണ്ടാവും അല്ലേ? അവർ ചിന്തിക്കുന്ന എന്താണ്? ഞങ്ങളെക്കാളും കൂടുതൽ നീതിയുള്ള ആളുകളായിരിക്കുമല്ലോ ഈ കർത്താവിൻ്റെ കൂടെ നിത്യജീവനിൽ കാണുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ കുഷ്ഠരോഗിയോ അങ്ങനത്തെ ആൾക്കാരെ തൊടാറുമില്ല, അവരുടെ അടുത്തേക്ക് പോകാറുമില്ല. ഇവരെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? അതൊരു എന്താ പറയുന്ന ഒരു ഡൈലേമ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കർത്താവിന് വേണമെങ്കിൽ ആ കുഷ്ഠരോഗിയെ ഒഴിവാക്കിയിട്ട് അവിടെയുള്ള ആളുകളെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, കർത്താവ് നേരത്തെ പ്രസംഗിച്ച പ്രസംഗത്തെ ബഹുമാനിച്ചുകൊണ്ട് പോകാം. എന്നാൽ പകരം കർത്താവ് ചെയ്യുന്നത് എന്താണ്? കർത്താവ് കൈ നീട്ടി അവനെ തൊടുന്നു. കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധമായി. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവിന് ഇത് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, ആ അശുദ്ധിയെ ഒഴിവാക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ കർത്താവിനെ തൊട്ടത്. കർത്താവിന് ആദ്യം അറിയാലോ, അപ്പം അതിലിപ്പോൾ എന്താ റിസ്ക്? അതിലൊരു റിസ്ക്കും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതല്ല സത്യം. സത്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ പരത്താൻ വേണ്ടി അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അവിടെയുള്ള കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യാം. ഈ കുഷ്ഠരോഗിക്ക് വേണമെങ്കിൽ ആൾക്കാരോട് പോയി പറയാം. അങ്ങനെ കർത്താവിൻ്റെ പേര് എല്ലാ ഇടത്തും മോശമാക്കാം. അവൻ കുഷ്ഠരോഗികളെ തൊടുന്ന, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ബഹുമാനിക്കാത്ത, മോശയെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം. ആ റിസ്ക് അറിഞ്ഞും കൊണ്ടാണ് കർത്താവ് അവനെ തൊട്ടത്. കാരണം കർത്താവ് പറഞ്ഞ ആ ഗിരിപ്രഭാഷണത്തിൻ്റെ അർത്ഥം അവിടെയാണ് വെളിപ്പെടുന്നത്. അതെങ്ങനെയാണ് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അർത്ഥം അവിടെ വെളിപ്പെടുന്നത്? കർത്താവ് എന്താ പറഞ്ഞത്? ഈ പാപം എന്ന് പറയുന്ന കാര്യം അതൊരു കുഷ്ഠം മാതിരിയാണ്. അതിൻ്റെ ആരംഭം എവിടെയാണ്? അത് ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിനെ ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവിന് മനസ്സുണ്ട് എന്ന് കർത്താവ് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. കാരണം അവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് പാപം കാരണം മാത്രമേ കുഷ്ഠം വരുന്നത്. അന്നത്തെ കാലഘട്ടമല്ലേ. പാപം കാരണമാണ് ഈ കുഷ്ഠം വന്നതെങ്കിൽ ആ പാപത്തെ ക്ഷമിക്കാതെ, ആ പാപത്തെ പോക്കാതെ ഈ കുഷ്ഠം മാറില്ലല്ലോ. അപ്പൊ കർത്താവ് ഇവിടെ ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയും കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, പാപങ്ങളെ ക്ഷമിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അവന്റെ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അത് നിമിത്തം വന്ന കുഷ്ഠവും ഞാൻ മാറ്റിയിരിക്കുന്നു. ഇനി ഈ വ്യക്തിക്ക് ആലയത്തിലേക്ക് കയറി ചെല്ലാം. അതെന്താ? കർത്താവ് ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയെ കാണിക്കുന്നത്. കർത്താവ് പറയാണ്, ഇസ്രായേൽ
ദൈവത്തിനെതിരെ പാപം ചെയ്തു. ദൈവ സാന്നിധ്യം ഇസ്രായേലിലെ ആലയത്തിൽ നിന്ന് വിട്ടുപോയി. ഇവർ ആലയം പുതുക്കി പണിതു തിരിച്ചു വന്നിട്ട് എങ്കിലും ആ ആലയത്തിലേക്ക് 400 വർഷമായിട്ട് ദൈവ സാന്നിധ്യം വന്നിട്ടില്ല. പ്രവാചകന്മാർ പലരും പ്രവചിച്ചിട്ടുണ്ട്, എന്നാൽ ദൈവ സാന്നിധ്യം ആലയത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ഇതാ കർത്താവ് വന്നിരിക്കുന്നു. ദൈവ സാന്നിധ്യം തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു പുതിയ രീതിയിൽ ഇനി ഇസ്രായേലിലേക്ക് വരാനായിട്ട് പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് കർത്താവ് ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഇതാ തോറയുടെ ഫുൾഫിൽമെന്റ്, തോറയുടെ പൂർണ്ണത വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിന്റെ പാപത്തെയും ആ പാപം നിമിത്തമുള്ള കുഷ്ഠത്തെയും ആ കുഷ്ഠം നിമിത്തമുള്ള ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെയും മാറ്റിക്കളയും. ഇസ്രായേലിന്റെ മുഴുവൻ ജനതയാണ് വാസ്തവത്തിൽ ആ ഒരു കുഷ്ഠരോഗി അവിടെ പ്രതിനിധീകരിക്കുന്നത്. കർത്താവോ ആ ശുദ്ധീകരിക്കുന്ന നന്മയുള്ള, സ്നേഹമുള്ള, കരുണയുള്ള യഹോവയെ. യെശയ്യാവ് 6 ആ പ്രവാചകനെ ശുദ്ധീകരിച്ചില്ലേ? അശുദ്ധിയുള്ള മനുഷ്യരുടെ ഇടയിൽ താമസിക്കുന്ന, അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യനായ യെശയ്യാവിൻ്റെ നാവിൽ തൊട്ട് അവനെ ശുദ്ധമാക്കിയ. ഞാൻ എൻ്റെ ജനതയെ തേടി വീണ്ടും വരും, അവരെ രക്ഷിക്കാൻ എന്ന് യെശയ്യാ 40 മുതൽ 60 വരെയുള്ള അധ്യായങ്ങളിൽ താനാണ് ഇസ്രായേലിന്റെ സേവ്യർ, രക്ഷകൻ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ അതേ യഹോവ ഇപ്പോൾ വന്നിരിക്കുക. അവർ പ്രതീക്ഷിച്ച രീതിയിലല്ല വന്നിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ച ആലയത്തിൽ, ശലോമോന്റെ ആലയത്തിൽ വന്ന മാതിരിയുള്ള സാന്നിധ്യം വരും, അവരുടെ പുരോഹിതന്മാരൊക്കെ തെറിച്ചു പോകും, അതാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അങ്ങനെയല്ല വന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ. ആ ദൈവ സാന്നിധ്യം മുഴുവൻ നിറഞ്ഞ ഒരു മനുഷ്യൻ അവരുടെ നടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യം മനുഷ്യനായി, മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. ഈ കുഷ്ഠരോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, അവന് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ഈ കുഷ്ഠനിമിത്തം ഉണ്ടായ അകൽച്ചയുണ്ടല്ലോ, അവൻ ആരാധനാലയത്തിൽ കയറി ആരാധിക്കാൻ പറ്റില്ല, ആ അകൽച്ചയും കൂടി ഈ കർത്താവ് മാറ്റുകയാണ്. ഇതേമാതിരി കർത്താവ് ഒരു ദിവസം കാൽവരി ക്രൂശിൽ ഇവർക്ക് വേണ്ടി മരിക്കും. ഇവരുടെ പാപങ്ങൾ അതോടെ ദൈവം ക്ഷമിക്കുമെന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടുന്ന കർത്താവേ നിനക്ക് മനസ്സുണ്ടോ, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ആര് വന്നാലും കർത്താവ് അവരുടെ ഹൃദയത്തിനകത്തോട്ട് ഈ ന്യായപ്രമാണം എഴുതത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളെ ദൈവം പരിച്ഛേദന ചെയ്ത് അവൻ്റെ സ്നേഹം അവരുടെ ഉള്ളത്തിലേക്ക് നിറയ്ക്കും. ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാനും അവരെ പോലെ തന്നെ സ്നേഹിക്കാൻ അവരെ പഠിപ്പിക്കും. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി വരുത്തുന്ന, ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തികളാക്കി അവരെ രൂപാന്തരപ്പെടുത്തും. അവർക്ക് ദൈവവുമായിട്ടുള്ള അകൽച്ച, ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോൾ ഉണ്ടായ അകൽച്ച പൂർണ്ണമായും മാറ്റുവാനായിട്ട്. ഈ കുഷ്ഠരോഗി ആ സൗഖ്യം പ്രാപിക്കുമ്പോൾ മത്തായി 5, 6, 7 ഈ അധ്യായങ്ങൾക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ നിവൃത്തി വരികയാണ്. കർത്താവ് പറഞ്ഞല്ലോ, പരീശന്മാരും ശാസ്ത്രിമാർക്കും ഒരു നീതിയുണ്ട്, ആ നീതിയെ കവിയുന്ന നീതി, അതാണിപ്പോൾ ഈ കുഷ്ഠരോഗി കിട്ടിയിരിക്കുന്നത്. അത് ദൈവം തരുന്ന നീതിയാണ്. അത് മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്ന നീതി അല്ല. മാത്രമല്ല, ഹൃദയത്തിൽ നിന്നാണല്ലോ പാപം ആരംഭിക്കുന്നത്. ഹൃദയത്തിൽ നിന്നാണ് ഈ മനുഷ്യന്റെ വിളി വന്നിരിക്കുന്നത്, ദൈവത്തോട് നിലവിളി വന്നിരിക്കുന്നത്. ആ ദൈവം ആ നിലവിളി കേട്ടിരിക്കുന്നു. ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ദൈവം ആ ഹൃദയത്തിൽ നിന്ന് നിലവിളിച്ച ദാവീദിന്റെ സങ്കീർത്തനം 51, ദാവീദിന്റെ നിലവിളി കേട്ട് പാപം ക്ഷമിച്ചില്ല, അതേമാതിരി ഇവന്റെയും പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു.